ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫംഗ്ഷൻ്റെ കാറ്റഗറീസ് എന്ന് പറയുന്ന പോർഷൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഫംഗ്ഷൻ കാറ്റഗറീസിലത്തെ ഫസ്റ്റ് കാറ്റഗറിയാണ് നമ്മൾ നോക്കിയത്. ഇതിൽ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂസ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ബട്ട് നോ റിട്ടേൺ വാല്യൂ. അതായത് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഇൻപുട്ടായിട്ടാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ മെയിൻ ഫംഗ്ഷനിൽ നിന്നും കോളിംഗ് ഫംഗ്ഷനിലോട്ട് മെയിൻ ഫംഗ്ഷനിൽ നിന്നും കോൾഡ് ഫംഗ്ഷനിലോട്ട് ഒരു ഇൻപുട്ട് വരുന്നുണ്ട്, അല്ലെ, ആർഗ്യുമെൻറ്റ്സ് വരുന്നുണ്ട്. ബട്ട് ദ വിൽ ബി നോ റിട്ടേൺ വാല്യൂ. അതായത് കോൾഡ് ഫംഗ്ഷനിൽ നിന്നും കോളിംഗ് ഫംഗ്ഷനിലോട്ട് ഔട്ട്പുട്ട് ഒന്നും തന്നെ ഇല്ല. അതാണ് ഈ സെക്കൻഡ് കാറ്റഗറി. അതിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ് നോ റിട്ടേൺ വാല്യൂസ്. ആർഗ്യുമെന്റ്സ് ഉണ്ട്, ബട്ട് ഇവിടെ റിട്ടേൺ വാല്യൂസ് ഇല്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിഗറിന്റെ ഹെൽപ്പോട് കൂടെ തന്നെ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. ഈ ഫംഗ്ഷനകത്താണ് F2 എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നത്. അതിനകത്ത് ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റിൽ, അതായത് F1 എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ, അത് സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? F2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ കാണുന്നു. ഈ F2 എന്ന് പറയുന്ന ഫംഗ്ഷൻ കോളിലോട്ട് A എന്ന് പറയുന്ന ഒരു വേരിയബിളിന് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. ഇത് വേരിയബിൾ ആവാം, അല്ലെങ്കിൽ വാല്യൂസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് F1 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഒരു വേരിയബിൾ ആണ്, അല്ലെ? F1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ വേരിയബിളിനെയാണ് F2 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കോൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പൈലർ F2 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷനിലോട്ടാണ് മൂവ് ചെയ്യുക. F2 എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ എഴുതാം. F2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിനകത്ത് ഒരു എന്തുണ്ട്? ആർഗ്യുമെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനെ തൽക്കാലം F എന്ന് ഡിനോട്ട് ചെയ്യാണ്. അത് ഡാറ്റ ടൈപ്പ് അടക്കം വേണം കേട്ടോ എഴുതാനായിട്ട്. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പും ആ വേരിയബിളിൻ്റെ പേരും, അങ്ങനെയാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് എഴുതുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ F2 എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് ഒരു ആർഗ്യുമെന്റ് വരുന്നുണ്ട്. ഈ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഈ ഇൻപുട്ടിനെയാണ് ഇവിടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബട്ട് ഈ കാറ്റഗറിയിൽ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല. ഓക്കെ, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഔട്ട്പുട്ട് ഇല്ല, അല്ലെ? അതായത് കോൾഡ് ഫംഗ്ഷനിൽ നിന്നും കോളിംഗ് ഫംഗ്ഷനിലോട്ട്, അപ്പൊ ഈ ഒരു കേർലി ബ്രേസ് വരെ 1 by 1 ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നു. എപ്പോഴാണോ F2വിന്റെ ക്ലോസിംഗ് ബ്രേസസ് കാണുന്നത്, അപ്പോൾ തിരിച്ച് കോൾഡ് ഫംഗ്ഷനിലോട്ട് ഒരു റിട്ടേൺ ചെയ്യുന്നു. അതിനുശേഷം F2 എന്ന് പറയുന്ന ഈ ഒരു കോളിംഗ് ഫംഗ്ഷൻ കോളിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ്സ് സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നു. ഇങ്ങനെയാണ് പ്രോഗ്രാമിന്റെ ഒരു കൺട്രോള് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ഇൻപുട്ട് ഉണ്ട്, അല്ലെ? ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? A, അല്ലെ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? F എന്ന് പറയുന്ന വേരിയബിളിലോട്ട് A എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ കോപ്പി ചെയ്യുന്നു, അല്ലെ? അപ്പൊ A എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആയിരിക്കും. ആ വേരിയബിൾ ആണ് നമ്മുടെ F2 എന്ന് പറയുന്ന ഈ ഫംഗ്ഷന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഉണ്ട്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഇൻ ദ സെൻസ് ഈ ഒരു ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷനിലോട്ട് ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല. ഇവിടെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അവിടുത്തെ കാൽക്കുലേഷൻസ്, അവിടെ പ്രിന്റ് എഫ് ഉണ്ടാവാം, എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. പക്ഷെ ഒരു വാല്യൂ ഈ F2 എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്നും F1 എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഒരു 1 way ഡാറ്റ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്, അല്ലെ? ഇൻപുട്ട് പാസ് ചെയ്യുന്നുണ്ട്, ബട്ട് അവിടുന്ന് ഒന്നും തന്നെ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ് ബട്ട് നോ റിട്ടേൺ വാല്യൂ. ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഇല്ല. ഇൻപുട്ട് F1 എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്നും F2ലോട്ട് ഉണ്ട്, ബട്ട് F2 എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്നും F1ലോട്ട് ഡാറ്റ ഒന്നും പാസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് 1 way ഡാറ്റ ട്രാൻസ്ഫറിന് എക്സാമ്പിൾ ആണ്. Okay, when a function has arguments, data is transferred from calling function F1 to called function F2.
ദ കോൾഡ് ഫംഗ്ഷൻ റിസീവ്സ് ഡാറ്റ ഫ്രം കോളിംഗ് ഫംഗ്ഷൻ. കണ്ടോ, എഫ് എന്ന് പറയുന്നത് എന്താണ്? ഈ F1 എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്നുള്ള ഡാറ്റയാണ് F2 എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് കോപ്പി ചെയ്തത് അല്ലെ, അസൈൻ ചെയ്യുന്നത്. ദ കോൾഡ് ഫംഗ്ഷൻ റിസീവ്സ് ഡാറ്റ ഫ്രം കോളിംഗ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് സെൻഡ് ബാക്ക് എനി വാല്യൂസ് ടു കോളിംഗ് ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി റിട്ടേൺ വാല്യൂ അല്ലെ. ഈ ഒരു ഫംഗ്ഷനകത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത കാരണമാണ് ഒരു വാല്യൂ തന്നെ, ഒരു വാല്യൂസും ഇതിലോട്ട് പാസ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വൺ വേ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് വാല്യൂസിനെ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ആ സെയിം പ്രോഗ്രാം തന്നെ വിത്ത് ആർഗ്യുമെന്റ്സ് ബട്ട് നോ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്ന കാറ്റഗറിയിൽ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതാണ് നമ്മൾ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം എഗെയിൻ ഞാൻ ആ ഫംഗ്ഷൻ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ വോയിഡ് ഫംഗ്ഷന്റെ പേര്, ഒരു ആർഗ്യുമെന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ രണ്ട് ആർഗ്യുമെന്റ്സ്, രണ്ട് നമ്പേഴ്സിനെയാണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ ആർഗ്യുമെന്റിന്റെ പേര് ഞാൻ പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല. ആ ആർഗ്യുമെന്റിന്റെ ഡാറ്റ ടൈപ്പ് മാത്രമേ ഞാൻ ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ നമുക്ക് പോസിബിൾ ആണ് അല്ലെ. ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ ജസ്റ്റ് എന്ത് ടൈപ്പ് ആർഗ്യുമെന്റ് ആണ് ഈ ഫംഗ്ഷനിലോട്ട് വരാൻ സാധ്യതയുള്ളത്, ആ ആർഗ്യുമെന്റിന്റെ ഡാറ്റ ടൈപ്പ് മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രിന്റ് എഫിനകത്ത് ഞാൻ ഇത് ഏത് കാറ്റഗറി ആണെന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു. ആർഗ്യുമെന്റ്സ് ബട്ട് നോ റിട്ടേൺ വാല്യൂ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുന്നു, ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്തത്, രണ്ട് നമ്പേഴ്സിനെ റീഡ് ചെയ്യുന്നത്. ഓക്കെ, printf enter two numbers. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്പൊ ഞാനിവിടെ ഏറ്റവും ആദ്യം രണ്ട് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യണം. ഇന്റർ, ഞാൻ വേറെ പേര് യൂസ് ചെയ്യാം, എയും ബിയും, എ കോമ ബി. ഓക്കെ, enter two numbers, scanf %d കോമ ആംപ്രസൻഡ് എ കോമ ആംപ്രസൻഡ് ബി. അപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുന്നത്, ഞാൻ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ് അല്ലെ. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എങ്ങനെ വരും, ആഡ് അല്ലെ. ഇനി ഈ ഫംഗ്ഷനിലോട്ട് നമ്മുടെ ഈ മെയിൻ ഫംഗ്ഷനിൽ നിന്നും എന്ത് ഇൻപുട്ടാണ് കൊടുക്കാനുള്ളത്, എനിക്ക് ഏത് രണ്ട് നമ്പേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്, എയും ബിയും അല്ലെ. അപ്പോൾ ആ എ കോമ ബി എന്ന് പറയുന്ന ഈ രണ്ട് വേരിയബിൾസിനെ ഞാൻ ഈ ഫംഗ്ഷൻ കോളിലോട്ട് വെക്കുന്നു. നിങ്ങൾ നോക്കുക, ഈ എ എന്ന് പറയുന്ന വേരിയബിളും ബി എന്ന് പറയുന്ന വേരിയബിളും നമ്മുടെ മെയിൻ ഫംഗ്ഷൻ അകത്തുള്ള വേരിയബിൾസ് ആണ്. ആ മെയിൻ ഫംഗ്ഷൻ അകത്തുള്ള ഡാറ്റാസിനെയാണ് ആഡ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷന്റെ ഇൻപുട്ടായിട്ട് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് വേരിയബിൾസിന് ഞാൻ ഇൻപുട്ട് ചെയ്തു. അതായത് എ ബി എന്ന് പറയുന്ന ഈ രണ്ട് വേരിയബിൾസിനെയാണ് എനിക്ക് ആഡ് ചെയ്ത് അതിന്റെ സമ്മ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിന്റ്എഫിൽ എൻഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ കാണുമ്പോൾ കമ്പൈലർ എന്താ ചെയ്യുന്നത്, ഈ ഫംഗ്ഷൻ കോളിന്റെ ഡെഫിനിഷൻ എവിടെയാണോ അവിടേക്ക് ജമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ മെയിൻ ഫംഗ്ഷന് പുറത്താണ് ഞാനിത് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഴുതുന്നത്. ഇതൊന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് തന്നെ വോയിഡ് ആഡ്. ഇനി നോക്കൂ, ഇനി എനിക്ക് ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം അല്ലെ. അതായത് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇൻപുട്ട് ആർഗ്യുമെന്റ്സ് ആണ് ഇനി എനിക്ക് എഴുതേണ്ടത്. പക്ഷേ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ രണ്ട് വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ഇൻറ്റ് num1 കോമ ഇൻറ്റ് num2. ഇപ്പൊ എന്താ സംഭവിക്കുക, അതായത് ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ കാണുമ്പോൾ, ഈ ഫംഗ്ഷൻ കോൾ കാണുമ്പോൾ നേരിട്ട് കമ്പൈലർ ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നോക്കൂ, ആഡ് എന്ന് പറയുന്നതിൽ രണ്ട് ഇൻപുട്സ് വരുന്നുണ്ട്, രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഇവിടെ ഫംഗ്ഷൻ കോളിലും രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഈ num1 num2 എന്ന് പറയുന്നത് ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വേരിയബിൾസ് ആണ്.
ഈ എ ബി എന്ന് പറയുന്നത് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വേരിയബിൾസ് ആണ്, മറക്കരുത് കേട്ടോ. ഒരിക്കലും എ ബി എന്ന് പറയുന്ന ഈ രണ്ട് വേരിയബിൾസിനെ ഇവിടെ ഡിക്ലെയർ ചെയ്ത മെയിൻ ഫംഗ്ഷനിൽ ഡിക്ലെയർ ചെയ്ത രണ്ട് വേരിയബിൾസിനെ ഒരിക്കലും ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, അതിന് സ്കോപ്പില്ല. ഇനി നേരെ മറിച്ച് num1 num2 എന്ന് പറയുന്ന വേരിയബിൾസ് ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അകത്ത് ഡിക്ലെയർ ചെയ്ത വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ num1നെയും num2നെയും ഒരിക്കലും ഈ ഫംഗ്ഷന്റെ പുറത്ത്, അതായത് ഈ കേളി ബ്രേസിന് പുറത്ത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല, മെയിൻ ഫംഗ്ഷനിൽ പോലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, num1 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് എ എന്ന് പറയുന്നതിന്റെ വാല്യൂ കോപ്പി ആവും. ഓക്കെ, num2 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ടൈപ്പിനകത്തോട്ട് ബി എന്ന് പറയുന്നതിന്റെ വാല്യൂ കോപ്പി ആകും. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് ടൈപ്പ് ഡാറ്റ, ഇപ്പൊ num1 ഇൻറ്റീജർ ആണ്, num2 ഇൻറ്റീജർ ആണ്, എ ഇൻറ്റീജർ ആണ്, ബിയും ഇൻറ്റീജർ ആണ്. ഇനി അത് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ കമ്പൈലറിന് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ കോളിനകത്തും ഫംഗ്ഷൻ ഡിക്ലറേഷനകത്തും ഫംഗ്ഷൻ ഡെഫിനിഷനകത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്, എത്ര പാരാമീറ്റേഴ്സിന്റെ എണ്ണമുണ്ട്, ദാറ്റ് ഷുഡ് ബി സെയിം, ആൻഡ് ദ ഡാറ്റ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ്, ഇത് മൂന്നും സെയിം ആയിരിക്കണം. ഈ വേരിയബിൾസിന്റെ പേര് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് വിഷയമില്ല. ഓക്കെ, അപ്പോൾ വോയിഡ് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ് നമ്മൾ. ഇതിനകത്ത് എന്തേ ചെയ്യുന്നുള്ളൂ, രണ്ട് ഇൻപുട്ട് ഓൾറെഡി മെയിൻ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. num1 എന്ന് പറയുന്നതിലേക്ക് മെയിൻ ഫംഗ്ഷനിലത്തെ എ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. num2ലോട്ട് മെയിൻ ഫംഗ്ഷനകത്തെ ബി എന്ന് പറയുന്ന വേരിയബിളിൽ എന്താണോ ഉള്ളത് അതിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി, എനിക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് അതിന്റെ റിസൾട്ട് പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പൊ ഞാൻ മറ്റൊരു വേരിയബിൾ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്നു, സം. ഇനി ഈ സമ്മിനകത്തോട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, സം ഈക്വൽ ടു ഏതാണ്, num1 പ്ലസ് num2. ഒരിക്കലും a പ്ലസ് ബി എന്ന് എഴുതരുത്, കാരണം a പ്ലസ് ബി എവിടുത്തെ വേരിയബിൾസ് ആണ്, മെയിൻ ഫംഗ്ഷനകത്തെ വേരിയബിൾസ് ആണ്. അപ്പോൾ num1 പ്ലസ് num2. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യുക, ഇവിടെ തന്നെ ഞാനത് പ്രിന്റ് ഓഫ് ചെയ്യുന്നു, സം ഈസ് %d, സം. ക്ലിയർ ആയോ? അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ രണ്ട് ഇൻപുട്സ് മെയിൻ ഫംഗ്ഷനകത്തുനിന്ന് നമുക്ക് കിട്ടി, അതായത് രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട്, അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിനെ ഇവിടെ തന്നെ പ്രിന്റ് ഓഫ് ചെയ്യാണ് അല്ലെ, ഡിസ്പ്ലേ ചെയ്യാണ്. ഒരിക്കലും ഒരു വാല്യൂ പോലും മെയിൻ ഫംഗ്ഷനിലോട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ, റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ, ഇല്ല. അപ്പൊ ഒന്നും തന്നെ ആഡ് എന്ന് പറയുന്ന ഈ ഒരു കോൾഡ് ഫംഗ്ഷനിൽ നിന്നും കോളിംഗ് ഫംഗ്ഷൻ, അതായത് മെയിൻ ഫംഗ്ഷനിലോട്ട് ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ഈ ഒരു കാറ്റഗറി, ഫംഗ്ഷൻസ് വിത്ത് ആർഗ്യുമെന്റ്സ് ബട്ട് നോ റിട്ടേൺ വാല്യൂ. അപ്പൊ ഇവിടെ തന്നെ നമ്മളിത് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇനി ഈ കേളി ബ്രേസ് കാണുമ്പോൾ എന്ത് ചെയ്യും, തിരിച്ച് ഈ ഒരു ഫംഗ്ഷൻ കോളിലോട്ട് നമ്മുടെ കമ്പൈലർ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം എൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യിപ്പിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു സീക്വൻഷ്യലി നോക്കി വരികയാണെങ്കിൽ രണ്ട് ആർഗ്യുമെന്റ്സിനെ റീഡ് ചെയ്യുന്നതും അതിൻ്റെ വാല്യൂ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നതും മെയിൻ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ്. ആ അസൈൻ ചെയ്ത വാല്യൂസ് അല്ലെ, ആ ഇൻപുട്ട് മെയിൻ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് ആ വാല്യൂസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നു. ഫംഗ്ഷനിൽ ജസ്റ്റ് സമ്മ് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ റിസൾട്ട് അവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് കാറ്റഗറി, അതായത് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെന്റ്സ് ബട്ട് നോ റിട്ടേൺ വാല്യൂ.